നമസ്കാരം, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. RRB NTPCയുടെ CBT 1 എക്സാമിനേഷൻ എന്നാവും നടക്കാം? കുറെ നാളായിട്ട് നിങ്ങളുടെ ആശങ്കയല്ലേ, ഇനി എങ്ങനെ പഠിക്കണം, ഇനി എത്ര ദിവസം കൂടിയാണ് പ്രിപ്പറേഷൻ ഉണ്ടാവുക എന്ന സംശയം കുറെ ആളുകൾക്കുണ്ട്. നമ്മൾ ആ ഒരു സംശയം ദൂരീകരിക്കാനായിട്ടാണ് ഈ ഒരു സെഷൻ ചെയ്യുന്നത്. CBT 1 എക്സാമിനേഷൻ NTPCയുടെ എന്നാണ് നടക്കാനായിട്ട് സാധ്യതയുള്ളത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ചർച്ച ചെയ്യാനായിട്ട് പോവാണ്. എല്ലാവർക്കും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം. അതായത് RRB NTPCയുടെ എക്സാമുമായി ബന്ധപ്പെട്ട് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു ന്യൂസ് ആണ് ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത്. ഈ ഒരു ന്യൂസിനകത്തിൽ പറയുന്നത് ഈ ഒരു എക്സാമിനേഷൻ നടക്കാനായിട്ട് സാധ്യതയുള്ളത് ജൂൺ മാസം 2025 എന്നുള്ളതാണ്. ജൂൺ മാസം 2025 തന്നെ, അതായത് അടുത്ത മാസമാണ് NTPCയുടെ CBT 1 എക്സാമിനേഷൻ നടക്കുക എന്ന് പറയുന്നത്. ഔദ്യോഗികമായിട്ടുള്ള ഒരു വിവരങ്ങളും ഇപ്പോൾ വന്നിട്ടില്ല. RRBകളുടെ വെബ്സൈറ്റുകളിലും ഇപ്പോൾ അവൈലബിൾ അല്ല. പക്ഷേ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് കഴിയുന്നത് ജൂൺ മാസത്തിലായിരിക്കും CBT 1 എക്സാമിനേഷൻ നടക്കുക എന്നുള്ളതാണ്. അതാണ് ടൈംസ് ഓഫ് ഇന്ത്യയും പറയുന്നത്. ജൂൺ മാസം 2025 NTPC CBT 1 എക്സാമിനേഷൻ നടക്കുക. ഇത് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ ആയിരിക്കും. അതിനുശേഷമായിരിക്കും അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ ഉണ്ടാവുക. അത് ജൂൺ ലാസ്റ്റ് അല്ലെങ്കിൽ ജൂലൈ മാസത്തിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് കഴിയും. ഇവിടെ 11,558 വേക്കൻസികളിലേക്കാണ് എക്സാമിനേഷൻ നടക്കുക. ഇതിൽ എത്ര പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളതെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1.21 കോടി ആളുകളാണ് 1.21 കോടി ആളുകളാണ് ഈ ഒരു എക്സാമിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത്. 1.21 കോടി, 1.25 കോടിയോളം ആളുകൾ ഈ ഒരു എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നാലും നമ്മുടെ കോമ്പറ്റീഷൻ വളരെ കുറവായിരിക്കും. കാരണം നമ്മളിപ്പം ചെന്നൈ അല്ലെങ്കിൽ ട്രിവാൻഡ്രം നോക്കുകയാണെങ്കിൽ അവിടെ ഒരു വേക്കൻസിക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കോമ്പീറ്റ് ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറവായിരിക്കും. കേൾക്കുമ്പം 1.5 കോടി ആളുകളൊക്കെ ഉണ്ട്. അത് എല്ലാ RRBകളോട് ചേർന്നിട്ടാണ്. ട്രിവാൻഡ്രത്തേക്ക് എത്തുമ്പോൾ എണ്ണം വീണ്ടും കുറയും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ആ ഒരു രീതിക്ക് നിങ്ങൾ പ്രിപ്പറേഷൻ എന്ത് ചെയ്യുക, മുന്നോട്ടുണ്ട്. അപ്പോൾ ഇവിടെ 1.21 കോടി ആളുകൾ അപ്ലൈ ചെയ്തു. 11,558 വേക്കൻസികളാണ് നിലവിലുള്ളത്. അതിന് കൂടാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ജൂൺ മാസം 2025 നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുക CBT 1 എക്സാമിനേഷൻ. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ 8,113 വേക്കൻസികൾ ഗ്രാജുവേറ്റ് ലെവലിലും 3,445 വേക്കൻസികൾ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലുമാണ്. ഏകദേശം 65 ലക്ഷം വീതം, 65 ലക്ഷം വീതമാണ് ഗ്രാജുവേറ്റ് ലെവലിലും അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലും അപ്ലൈ ചെയ്തിട്ടുള്ളത് എന്നുകൂടി എന്ത് ചെയ്യുക, മനസ്സിലാക്കുക എന്നുള്ളത്. ഈ ഒരു വിവരമാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുക. ഈ എക്സാമിനേഷൻ നടക്കുന്നതിന്റെ ഷെഡ്യൂളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എവിടെ ആയിരിക്കും എക്സാമിനേഷൻ, അഡ്മിറ്റ് കാർഡൊക്കെ ഒരു 10 ദിവസം, എക്സാമിനേഷൻ 10 ദിവസം മുമ്പാണ് അറിയാൻ കഴിയുക. എക്സാമിനേഷൻ നടക്കുന്നതിന് ഏകദേശം 1 മാസ കാലയളവിലാണ് നിങ്ങൾക്ക് എന്നാണ് എക്സാമിനേഷൻ ആരംഭിക്കുക എന്നുള്ള വിവരം RRBയിൽ നിന്ന് വരേണ്ടത്. അപ്പൊ ഇന്ന് 6-ാം തീയതി അല്ലെ 7-ാം തീയതിയാണ്. അപ്പൊ ഇനിയും ഒരു 7-ാം തീയതി, ജൂൺ മാസം 7-ാം തീയതി ആ ഒരു സമയത്തേക്ക് നമുക്ക് അതിന് ശേഷമുള്ള സമയത്തേക്ക് നമുക്ക് എക്സാമിനേഷൻ എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങളുടെ പ്രിപ്പറേഷന് വീണ്ടും 1 മാസം നിങ്ങളുടെ മുൻപിലുണ്ട്. ആ 1 മാസം നിങ്ങൾ എന്ത് ചെയ്യണം, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റണം. പറ്റുന്നതിന് മാക്സിമം നിങ്ങൾ എഫോർട്ട് ഇടാനായിട്ട് ശ്രമിക്കണം. ഇവിടെ എക്സാമിനേഷൻ ഷിഫ്റ്റ് പറയുന്നുണ്ട്. ഷിഫ്റ്റ് 3 ഷിഫ്റ്റുകളായിട്ടായിരിക്കും ഒരു ദിവസം എക്സാമിനേഷൻ ഉണ്ടാവുക. ഷിഫ്റ്റ് 1 9 മുതൽ 10:30 വരെയുള്ള സമയമാണ്. നിങ്ങൾ രാവിലെ 7:30 മണിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഷിഫ്റ്റ് 2 എന്ന് പറയുന്നത് 12:45 മുതൽ 2:15 വരെയുള്ള സമയമാണ്. അവിടെ നിങ്ങൾ 11:15 റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. മൂന്നാമത്തെ ഷിഫ്റ്റ് വരുന്നത് 4:30 മുതൽ 6 മണി വരെയാണ്. അവിടെ 3 മണിയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് 3 ഷെഡ്യൂൾ വരിക. നിങ്ങളുടെ മനസ്സിൽ ഇരിക്കട്ടെ, 3 ഷെഡ്യൂളുകൾ ഒരു ദിവസം വരാം. ഒന്ന് രാവിലെ 7:30 റിപ്പോർട്ട് ചെയ്യണം. 9 മുതൽ 10:30 വരെ ആയിരിക്കും എക്സാമിനേഷൻ. 11:15 റിപ്പോർട്ട് ചെയ്യണം. 12:45 മുതൽ 2:15 വരെ ആയിരിക്കും എക്സാമിനേഷൻ. മൂന്നാമത്തത് 3 മണിക്ക് റിപ്പോർട്ട് ചെയ്യണം. 4:30 മുതൽ 6 മണി വരെ ആയിരിക്കും എക്സാമിനേഷൻ. ഈ രീതിയിലായിരിക്കും എന്തുണ്ടാവുക, എക്സാമിനേഷന്റെ ഷെഡ്യൂൾ ഉണ്ടാവുക. ക്ലിയർ ആണല്ലോ, സെറ്റാണ്. ഇനിയും നമ്മുടെ ഈ ഒരു എക്സാമിനേഷന്റെ ഡേറ്റുമായി ബന്ധപ്പെട്ട ഒരു അൺഓത്തറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡേറ്റ വന്നിരുന്നു. നേരത്തെ നമ്മൾ അത് ചെയ്തതാണ്. അതിൽ പറയുന്നുണ്ട്, ഇതിൽ തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ ഒക്കെ ആണോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കൺഫർമേഷൻ ഒന്നും ഇല്ല. ജൂൺ മാസം 2-നാണ് എക്സാമിനേഷൻ തുടങ്ങാമെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ജൂൺ മാസം 2-ന് തുടങ്ങാനുള്ള സാധ്യത കുറവാണ്. കാരണം ഇനിയും RRBയിൽ നിന്നൊരു ഇൻഫർമേഷൻ വന്നാലേ പറയാൻ കഴിയുള്ളൂ. പക്ഷേ ജൂൺ മാസം നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് കഴിയും. അവിടെ അണ്ടർ ഗ്രാജുവേറ്റ് ജൂൺ മാസം 28-ന് ആരംഭിക്കുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എക്സ്പെക്ട് ചെയ്യാം ജൂൺ മാസമാണ് എക്സാമിനേഷൻ. കൂടുതൽ ശക്തിയോടെ നിങ്ങൾ പഠിക്കേണ്ട സമയമാണ്. എക്സാമിനേഷൻ എന്ന് നടന്നാലും നിങ്ങളുടെ പ്രിപ്പറേഷൻ കുറച്ചുകൂടെ ബൂസ്റ്റ് ചെയ്യാം. നമുക്ക് CBT 1 എക്സാമിനേഷന് ജനറൽ അവയർനെസ്, മാത്തമാറ്റിക്സ്, ജനറൽ ഇന്റലിജൻസ്, റീസണിംഗ്, ഇങ്ങനെ 3 സെക്ഷനുകളാണ് ഉള്ളത്. ജനറൽ അവയർനെസ് ആണെങ്കിൽ 40 ചോദ്യങ്ങൾക്ക് 40 മാർക്ക്, ഒരു ചോദ്യം 1 മാർക്ക് വീതമാണ് ലഭിക്കുക. മാത്തമാറ്റിക്സ് 30 ചോദ്യങ്ങൾ 30 മാർക്ക്. ജനറൽ ഇന്റലിജൻസ് ആണെങ്കിൽ 30 ചോദ്യങ്ങൾക്ക് 30 മാർക്ക്. ഇത്രയും ചോദ്യങ്ങൾ ചെയ്യാൻ, അതായത് 100 ചോദ്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആകെ 90 മിനിറ്റ് സമയമായിരിക്കും കിട്ടുക. ഇവിടെ 0.33 ആണ് നിങ്ങൾക്ക് നെഗറ്റീവ് വരാനായിട്ട് സാധ്യതയുള്ളത്. ഇതേ ടോപ്പിക്കുകൾ തന്നെയാണ് CBT 2 എക്സാമിനേഷൻ ഉണ്ടാവുക എന്നുകൂടി എന്ത് ചെയ്യുക, നിങ്ങൾ അറിഞ്ഞിരിക്കുക കേട്ടോ. ഇതേ ടോപ്പിക്കുകൾ തന്നെയാണ് CBT 2 എക്സാമിനേഷൻ
ഉണ്ടാവുക എന്നുള്ള കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക. എന്നാൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അവിടെ കൂടും. അപ്പോൾ നിങ്ങൾ കൂടുതൽ ശക്തിയോടുകൂടി എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, കൂടുതൽ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? വർക്കൗട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്, കൂടുതൽ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുകൂടി എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ദെൻ ഇവിടെ ഏറ്റവും കൂടുതൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ടുള്ള GK, അതായത് 40 മാർക്കിൽ GK ടോപ്പിക്കുകൾ നോക്കുകയാണെങ്കിൽ സ്റ്റാറ്റിക് GKയിൽ നിന്ന് 1326 ചോദ്യങ്ങൾ NTPCക്ക് വന്നിട്ടുണ്ട്. ദെൻ ഹിസ്റ്ററി ആണെങ്കിലോ 879 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ദെൻ ജോഗ്രഫി ആണെങ്കിൽ 846 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. സയൻസ് ആണെങ്കിൽ 527, കറണ്ട് അഫെയർ ആണെങ്കിൽ 528, പൊളിറ്റി 457, കമ്പ്യൂട്ടർ 387, എക്കണോമിക്സ് ആണെങ്കിൽ 370. അതായത് ഏതാണ്ട് 40 ചോദ്യങ്ങളിൽ ഭൂരിഭാഗം അല്ലെങ്കിൽ കൂടുതൽ ചോദ്യങ്ങളും വരിക എവിടെ നിന്നായിരിക്കും? സ്റ്റാറ്റിക് GK ആയിരിക്കും. ദെൻ ജോഗ്രഫി, ഹിസ്റ്ററി, ജോഗ്രഫി, ദെൻ സയൻസ്, കറണ്ട് അഫെയർ, അതേപോലെ പൊളിറ്റി, കമ്പ്യൂട്ടർ, ഇക്കണോമിക്സ്, ഈ ഒരു ക്രമത്തിലാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കറണ്ട് അഫെയറിന് നല്ല പ്രാധാന്യമുണ്ട്. ആ രീതിയിൽ നിങ്ങൾ കറണ്ട് അഫെയറും സ്റ്റാറ്റിക് GKയും ഒക്കെ എന്ത് ചെയ്യാൻ ശ്രമിക്കണം? പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇനി ഇവിടെ സൂപ്പർ നോട്ട്സിന്റെ ആപ്പിലേക്ക് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനിയുള്ള സമയത്ത് നന്നായിട്ട് പഠിക്കാനായുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവിടെയുണ്ട്. കൃത്യമായിട്ടുള്ള എക്സാമിനേഷനെ പറ്റി നമുക്ക് ധാരണയുണ്ട്. കൃത്യമായിട്ടുള്ള ക്ലാസ്സുകൾ, അത് റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും, ലൈവ് ക്ലാസ്സുകൾ കിട്ടും, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷനുകൾ ഉണ്ടാവും, കൃത്യമായിട്ടുള്ള മെന്റർഷിപ്പ്, മോട്ടിവേഷണൽ സെഷനുകൾ നിങ്ങൾക്ക് കിട്ടും. അതേപോലെ ഫുൾ ആയിട്ടുള്ള ഒരു സിലബസ് കവറേജ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. മൈക്രോ നോട്ട്സ് ഉണ്ട്. നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാനായിട്ട് മൈക്രോ നോട്ട്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പക്കയായിട്ട് റിവൈസ് ചെയ്യാം. 300+ ടോപ്പിക്സിന്റെ മൈക്രോ നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ദെൻ ഡെയിലി എക്സാമുകൾ, വീക്ക്ലി എക്സാമുകൾ, അങ്ങനെ കൃത്യമായിട്ടുള്ള റിവിഷൻ മെത്തേഡിലൂടെ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ പോകാൻ പറ്റും. 8281223366 എന്ന് പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിലേക്ക് വരാൻ പറ്റും. ഓക്കെയാണ്. ഇനി ഏതൊക്കെ ടോപ്പിക്കുകൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? നിങ്ങൾ മാത്തമാറ്റിക്സ് ആണ് പഠിക്കുന്നതെങ്കിൽ മാത്തമാറ്റിക്സിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് കഴിയുക മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൂടുതലുള്ളതാണ്. CBT 1 എക്സാമിന് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൂടുതലുള്ള ഒരു ടോപ്പിക്കാണ് നമ്പർ സിസ്റ്റം. 3-4 ചോദ്യങ്ങൾ ഒരു എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. 2-3 ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ടോപ്പിക്കാണ് സിംപ്ലിഫിക്കേഷൻ. ദെൻ ഡെസിമൽസ് ആൻഡ് ഫ്രാക്ഷൻസ്, LCM ആൻഡ് HCF, റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ, പെർസെൻറ്റേജ്, മെൻസുറേഷൻ, അതേപോലെ തന്നെ സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്, പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഈ ടോപ്പിക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് കൂടുതൽ സാധ്യതയുള്ള ഭാഗങ്ങളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ ഇത്രയും ടോപ്പിക്കുകൾ. എന്നാൽ നിങ്ങൾ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിലേക്ക് വരികയാണെങ്കിൽ അവിടെ 30 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. അനാലജി ആണെങ്കിൽ 3 മുതൽ 4 മാർക്ക് വരെ ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. കൂടുതൽ പ്രാക്ടീസ് ആണ് ചെയ്യേണ്ടത്, കൂടുതൽ പഠനമല്ല, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കാണ്. നമ്പർ ആൻഡ് ആൽഫബറ്റിക് സീരീസ് 2 മുതൽ 3 ചോദ്യങ്ങൾ വരെ. കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ആണെങ്കിൽ 3 മുതൽ 4 ചോദ്യങ്ങൾ വരെ ചോദിക്കാം. മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ 2 മുതൽ 3 ചോദ്യങ്ങൾ. സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് 1 മുതൽ 2 ചോദ്യങ്ങൾ വരെ ചോദിക്കാം. റിലേഷൻഷിപ്സ്, അതായത് ബ്ലഡ് റിലേഷൻ ആണെങ്കിൽ 1 മുതൽ 2 ചോദ്യങ്ങൾ വരെ ചോദിക്കാം. അനലറ്റിക്കൽ റീസണിംഗ് ആണെങ്കിൽ 2 മുതൽ 3 ചോദ്യങ്ങൾ വരെ സാധ്യതയുണ്ട്. ദെൻ സിലോജിസം ആണെങ്കിൽ 1 മുതൽ 2. പസിൽ ആണെങ്കിലോ 2 മുതൽ 3 വരെ ചോദിക്കാം. സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ 1 മുതൽ 2 ചോദ്യങ്ങൾ വരെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പറയുന്ന ചോദ്യങ്ങൾ കഴിഞ്ഞ എക്സാമിന് വന്നതാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ഇപ്രാവശ്യവും പ്രതീക്ഷിക്കാനായിട്ട് കഴിയും. അപ്പോൾ ജനറൽ ഇന്റലിജൻസ് ആണെങ്കിലും അതേപോലെ തന്നെ മാത്തമാറ്റിക്സ് ആണെങ്കിലും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ, ആദ്യം ഏറ്റവും കൂടുതൽ മാർക്ക് ചോദിച്ചിട്ടുള്ള ടോപ്പിക്കുകൾ ആദ്യം പ്രയോറിറ്റിയോട് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കണം. അതിനുശേഷം നിങ്ങൾ വരികയാണെങ്കിൽ ജനറൽ അവയർനെസ്സിലേക്ക് വരികയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കറണ്ട് അഫെയർ, അതേപോലെ തന്നെ സ്റ്റാറ്റിക് GK, ഈ ഭാഗങ്ങൾക്കാണ് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. 10 മുതൽ 12 ചോദ്യങ്ങൾ വരെ ഒരു ഷിഫ്റ്റിൽ ചോദിക്കാറുണ്ട്. ഹിസ്റ്ററി ആണെങ്കിൽ അവിടെ നിന്ന് 5 മുതൽ 6 ചോദ്യങ്ങൾ. ജോഗ്രഫി ആണെങ്കിൽ 3 മുതൽ 4 ചോദ്യങ്ങൾ. പൊളിറ്റി 2 മുതൽ 3. ഇന്ത്യൻ ഇക്കോണമി 2 മുതൽ 3. ജനറൽ സയൻസിൽ നിന്ന് 7 മുതൽ 8 ചോദ്യങ്ങൾ വരെ ചോദിക്കാറുണ്ട്. ആർട്ട് കൾച്ചർ 1 മുതൽ 2. ഇന്ത്യൻ ലിറ്ററേച്ചർ 1 ചോദ്യം. മൊണ്യൂമെന്റ്സ്, ഇതൊക്കെ സ്റ്റാറ്റിക് GK ആണ്, 1 ചോദ്യം. ജനറൽ സയന്റിഫിക് ടെക്നോളജി 2 മുതൽ 3. UN-മായി ബന്ധപ്പെട്ട 1 മാർക്ക്. എൻവയോൺമെന്റ് ഇഷ്യൂ 1 മാർക്ക്. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ നോർമലായിട്ട് വരുന്ന സ്റ്റാറ്റിക് GK പോർഷനാണ്. അപ്പോൾ അവിടെ നിന്ന് ഏകദേശം ഒരു 6 മുതൽ 8 ചോദ്യങ്ങൾ വരെ ചോദിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ ബേസിക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണെങ്കിൽ 2 മുതൽ 3 ചോദ്യങ്ങൾ. ഫേമസ് പേഴ്സണാലിറ്റീസ് 1 മുതൽ 2. സ്റ്റാറ്റിക് GK കൂടാതെ 5 മുതൽ 7. അപ്പോൾ കൂടുതൽ ചോദ്യങ്ങളും സ്റ്റാറ്റിക് GK ഭാഗത്തുനിന്ന് വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പ്രയോറിറ്റി കൊടുത്ത് വേണം നിങ്ങൾ പഠിക്കാൻ. അല്ലാതെ കാർഡ് കയറി കാർഡടച്ച് പഠിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഇതിന് ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ ഒരു ബാച്ച് അവൈലബിൾ ആണ്. ഇത് NTPC CBT 1 വേണ്ടിയിട്ടുള്ള ഒരു ക്രാഷ് ബാച്ചാണ്. ഈ ബാച്ചിൻ്റെ പ്രത്യേകത ഇത്രയേ ഉള്ളൂ. അതായത് ഈ ബാച്ചിൽ നിങ്ങൾക്ക് കണ്ടന്റ് എല്ലാം ആദ്യമേ കിട്ടും. ആ കണ്ടന്റ് നിങ്ങൾക്ക് അനുസരിച്ച് പഠിക്കാനായിട്ട് കഴിയും. അതായത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ചില ടോപ്പിക്കുകൾ ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ ആ ടോപ്പിക്കുകൾ പ്രയോറിറ്റി അനുസരിച്ച് പഠിക്കാം. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള ടോപ്പിക്കുകൾ ആദ്യം പഠിച്ചു തീർക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ക്ലാസ്സുകളെല്ലാം അവിടെ അവൈലബിൾ ആയിരിക്കും. എല്ലാ ക്ലാസ്സുകളും അൺലോക്ക് ചെയ്ത് നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആദ്യമേ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ പഠിക്കാം. ഇത് കൂടാതെ നമ്മുടെ ഒരു സ്റ്റഡി പ്ലാൻ കൂടെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ സ്റ്റഡി പ്ലാൻ ഉപയോഗിച്ചാണ് പഠിക്കേണ്ടതെങ്കിൽ സ്റ്റഡി പ്ലാൻ വരും. അതനുസരിച്ച് നിങ്ങൾ ക്ലാസ് എടുത്ത് കണ്ടുപിടിച്ചാൽ മതി. ഏത് രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. സ്റ്റഡി പ്ലാൻ ആണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് കൂടുതൽ
സ്കോർ ചെയ്യാൻ കഴിയുന്ന ടോപ്പിക്കുകൾ മാത്രമേ നമ്മുടെ സ്റ്റഡി പ്ലാനിൽ ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾക്ക് സ്വന്തമായിട്ടാണെങ്കിൽ എത്രയാണോ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം തോന്നുന്നത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ഭാഗങ്ങൾ ആദ്യം പഠിച്ചു തീർക്കണം, അല്ലെങ്കിൽ നല്ല പ്രയാസമുള്ള ഭാഗങ്ങൾ ആദ്യം പഠിച്ചു തീർക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ബാച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു അടിപൊളി ബാച്ചാണ് ഈ പറയുന്ന ക്രാഷ് ബാച്ച് NTPCയുടേത്. ഇതിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, 8281223366 എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിക്കുക. ഇനിയും സമയമില്ല. വളരെ കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. ഇനിയുള്ള സമയത്ത് എഫിഷ്യൻ്റ് ആയിട്ട് വിനിയോഗിക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസ് ആവശ്യമായിട്ടുണ്ടെങ്കിലും ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി കേട്ടോ. അതായത് 250 രൂപ മാത്രം മുടക്കിയാൽ നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസ് കിട്ടും. 8281223366 എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി. പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ എത്രയും വേഗം നമ്മുടെ നമ്പറിലേക്ക് വിളിക്കുക, ബാച്ചിൽ ജോയിൻ ചെയ്യുക, അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങുക. താങ്ക് യു സോ മച്ച്.